മലയാളി മാധ്യമപ്രവർത്തകനായ ശ്രീ ഗോപി കൊൽക്കത്തയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപി, ബംഗാൾ രാഷ്ട്രീയത്തെ തന്നെ അടിമുടി മാറ്റിമറിക്കാൻ പോന്ന വലിയ പ്രഹരശേഷിയുള്ളൊരു സംഭവമായി ഇത് വളർന്നു വികസിക്കുകയാണ്. വലിയ തോതിൽ മമതാ ബാനർജി രാഷ്ട്രീയമായി പ്രതിരോധത്തിലാകുന്ന സാഹചര്യം കൂടിയുണ്ട്. എത്രത്തോളം ആസൂത്രിതമാണ് ഈ സംഘർഷങ്ങൾ എന്നങ്ങ് വിചാരിക്കുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം, അങ്ങ് പറയൂ. ഇത് വളരെ ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇന്നലെ രാത്രി, പ്രത്യേകിച്ച് ഇന്നലെ രാത്രി നടന്നെന്നുള്ളതിന് സംശയമില്ല. ഈ ഡോക്ടറുടെ ബലാത്സംഗം ചെയ്ത് കൊന്നതും ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇത് ചെയ്ത ആള് ആർജിക്കറിലെ അറിയപ്പെടുന്ന, പോലീസിലൊക്കെ വോളണ്ടിയർ ഇതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അറിയപ്പെടുന്ന, ബംഗാളിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ്. പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അയാൾക്ക് സിവിൽ വോളണ്ടിയർ ഫോഴ്സിലെ, പോലീസിലെ, അതിപ്പോൾ അയാൾ മാത്രമല്ല, ധാരാളം ഇങ്ങനെയുള്ള ആളുകളെ സിവിൽ പോലീസിലായിട്ട് നിരവധി ആളെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള പലയിടത്തും ഇതുപോലുള്ള അക്രമങ്ങൾ അവർ സംഘടിപ്പിച്ച ചരിത്രമുണ്ട്. ഇയാൾ അവിടുത്തെ സ്ഥിരം എല്ലാം, ഇയാള് അവിടെ തന്നെ ആർജിക്കർ ഹോസ്പിറ്റലിൽ തന്നെ പലതവണ, ആശുപത്രിയിൽ തന്നെ പലതവണ അക്രമങ്ങളൊക്കെ സംഘടിപ്പിച്ച് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണെന്നുള്ള പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഇവരെ കൊന്നത്, ഈ ഡോക്ടറെ, ജൂനിയർ ഡോക്ടറെ കൊന്നത് അതും വളരെ ആസൂത്രിതമായ, അവിടെ ഇയാൾ നടത്തുന്ന, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ അവിടെ പിന്നെ മദ്യപാനം, മരുന്ന് കച്ചവടം, പിന്നെ ഡ്രഗ്സ്, ഇതിന്റെ കച്ചവടങ്ങളൊക്കെ, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണമൊക്കെ ആർജിക്കറിൽ നിരന്തരമായിട്ട് നടന്നിരുന്നു. ഇതിനെയൊക്കെ എതിരെ പ്രതിഷേധിച്ച ഒരു കുട്ടിയാണ് ഈ മരിച്ച ഡോക്ടർ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവരിങ്ങനെയുള്ള അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും അതിന്റെ അധികൃതരുടെ ഉള്ള ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പ്രിൻസിപ്പള് സഞ്ജയ് ഘോഷ് ഇതൊക്കെ അറിയാവുന്ന ആളാണ്, വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പം നിരവധി അഴിമതി ആരോപണങ്ങൾ പുറത്തു വരുന്നുണ്ട്. സാധനങ്ങൾ മേടിക്കലും ടെൻഡറിലും ഒക്കെ നിരവധി ആരോപണങ്ങൾ ഇപ്പൊ ഈ സംഭവം നടന്നതിന് ശേഷം പുറത്തു വരുന്നു. അപ്പൊ ഇതവിടെ ഒരു കോൺഗ്രസ് ആയിരുന്നു. ഇവരെല്ലാം ഉന്നത അധികാരികളും ഈ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചേർന്ന് അതിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ പെൺകുട്ടിക്ക്, ഈ അന്തരിച്ച കൊല്ലപ്പെട്ട ഈ പെൺകുട്ടിക്ക് അവരുടെ കൂട്ടുകാർ ഇതിനെതിരെ പലപ്പോഴും പ്രതിഷേധിച്ചിട്ട് തന്നെ ഉണ്ട്. അപ്പൊ ഇവരെ ഒതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന്റെ പേരിലായിരുന്നു ആദ്യമായിട്ട് പ്ലാൻ ചെയ്തിരുന്നുള്ള ഇപ്പൊ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത് ഒറ്റയ്ക്ക് ഒരാളല്ല ചെയ്തത്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ പറയുന്നത് അവര് 3 പേരുടെയെങ്കിലും മിനിമം ബീജം ആ കുട്ടിയുടെ ഇത് കടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒറ്റയ്ക്കല്ല. അതേപോലെ കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ച, കോടതി നിർദ്ദേശിച്ച അന്ന് തന്നെ രാത്രിയില് ഈ സംഭവം നടന്ന സ്ഥലത്തെ പല ഭാഗങ്ങളും തല്ലി തകർത്തു, പിന്നെ പൊളിച്ചു മാറ്റി. അതും വളരെ ദുരൂഹതയാണ്. കാരണം അവിടെ തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളത് വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയായിരുന്നു. പല കാര്യങ്ങളും ഇന്നലെ നടന്ന സംഭവം അത് തന്നെ. ഇന്നലെ രാത്രിയിൽ സംസ്ഥാനത്തൊട്ടാകെ വനിതകൾക്ക് സ്വാതന്ത്ര്യം വേണം, ഇതുപോലുള്ള നടക്കുന്നതിനെതിരായിട്ട് സംസ്ഥാനത്തൊട്ടാകെ മെഡിക്കൽ കോളേജുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും മാത്രമല്ല, പൊതുജനങ്ങൾ ഒട്ടാകെ, വനിതകൾ ഒട്ടാകെ കൽക്കത്തയുടെ പല പ്രധാനപ്പെട്ട നിരത്തുകളിലും രാത്രി 12 മണിക്ക് അർദ്ധരാത്രി, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയം അർദ്ധരാത്രി, രാത്രി 11:55 മുതൽ 12:15 വരെ അവർ പന്തം കൊളുത്തിയും ബലൂരി കത്തിച്ചും പ്രകടനം നടത്തുകയും പ്രതിഷേധ, ആ സമയത്താണ് അവിടെ അക്രമം നടക്കുന്നത്. ആർജിക്കറിൽ പ്രത്യേകിച്ച് ഇത് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പുറത്ത് പന്തലത്തൊക്കെ പ്രതിഷേധം നടക്കുവാനും ആ സമയത്താണ് അവിടെ സംഘടിതമായിട്ട് ആളുകൾ, ഒരു കൂട്ടം ആളുകൾ അതിനകത്തകത്തുള്ള പല കാര്യങ്ങൾ തല്ലിപ്പൊളിക്കുകയും അക്രമം നടത്തുകയും. അവിടെ പോലീസ് പോസ്റ്റിംഗ് ഉണ്ട്, സ്ഥിരമായി അവിടെ പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട്. പോലീസുകാരെല്ലാം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പലരും പിന്നെ കുളിമുറികളിലും ബാത്റൂമുകളിലും കയറി ഒളിച്ച് രക്ഷപ്പെട്ടെന്ന് അവിടുത്തെ കുട്ടികളൊക്കെ പറയുന്നത്. ഡോക്ടർമാരും വിദ്യാർത്ഥികളും സഞ്ജയ് റായ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ പേരിൽ മാത്രം കൂടിയിട്ടുള്ള അക്രമി സംഘമാണ് ഈ അർജികർ ആശുപത്രിയിൽ ഇത്രയും വലിയ അതിക്രമം നടത്തിയത് എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ പുറത്ത്. ഇപ്പൊ കൽക്കത്തയിൽ നിന്ന് പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ വളരെ രോഷാകുലനായിട്ട് അദ്ദേഹം പത്രക്കാരുടെ മുമ്പിൽ വന്ന് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട്. ഒരാളുടെ പേര് തന്നെ അദ്ദേഹം എടുത്ത് പറഞ്ഞു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ 9 പേരെ അറസ്റ്റ് ചെയ്തു. വളരെ പറഞ്ഞു, എനിക്കിത് കേട്ടിട്ട് ചങ്ക് പൊട്ടുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതാണ്. എനിക്ക് സഹിക്കാൻ കഴിയില്ല, ഞാൻ എത്രത്തോളമാണ് സഹിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പലരെ കുറിച്ചും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇത് 1-2 ദിവസമല്ല, അവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണിത്. അതിന് രാഷ്ട്രീയ സംരക്ഷണം ഭരണകക്ഷിയുടെ എന്ന് പറയാൻ തീർച്ചയായിട്ടും അതാണല്ലോ അതിന്റെ പ്രധാനം.
പൂർണ്ണമായ സംരക്ഷണം അവിടെ. ഇത് മാത്രമല്ല, വൺ അഴിമതിയാണ് ആ കോളേജിനെ കേന്ദ്രീകരിച്ച്, ആ മെഡിക്കൽ കോളേജിനെ കേന്ദ്രീകരിച്ച് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പള്, അത് വേറൊരു കാര്യം, ആ പ്രിൻസിപ്പള് രാജിവെച്ച ഉടനെ തന്നെ, ഈ സംഭവം നടന്ന് പിറ്റേന്ന് രാജിവെച്ച ഉടനെ 3 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ രാജി പിൻവലിപ്പിച്ച് മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട്, നാഷണൽ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാല് നടക്കുന്നൊരു കാര്യം, ഇത് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ? അപ്പൊ അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ് ഭരണപക്ഷം തീർച്ചയായിട്ടും ഭരണാധികാരികൾ ശ്രമിച്ചെന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ശരി, വളരെ ഗോപി ഞങ്ങളോട് പ്രതികരിച്ചതിന്